ആദ്യം ഒരു പടം ഇറങ്ങും, അതിന് തുടർന്ന് ഒരു പടം ഇറങ്ങും. ആദ്യം ഇറങ്ങുന്ന പടം സൂപ്പറായിരിക്കും, രണ്ടാം പടം കൊള്ളാം, കുറച്ചുകൂടി നന്നായിരിക്കും. എന്നിട്ട് ഇതിനെ പിടിച്ച് ഈ കഥാപാത്രങ്ങളുടെ അടുത്ത് ആൾക്കാരുടെ അടുത്തുള്ള ഇഷ്ടം മുതലെടുത്ത് പിന്നെ അങ്ങോട്ട് ഫ്രാഞ്ചൈസി എന്ന് പറഞ്ഞിട്ട് കുറേ സാധനങ്ങൾ ഇങ്ങനെ ചവറ് കണക്കിന് വന്നുകൊണ്ടിരിക്കും. എനിക്ക് ഈ പറഞ്ഞ ഫ്രാഞ്ചൈസി അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പോകുന്ന പടങ്ങൾ കാണാൻ യാതൊരു താല്പര്യമില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ അവഞ്ചേഴ്സ്, മൾട്ടിവേഴ്സ്, അതുപോലെ മോൺസ്റ്റർ വേഴ്സ്, പിന്നെ ജുറാസിക് പാർക്കിൻ്റെ കുറേ അപരാധങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്, അതൊന്നും ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ ഇത് ഞാൻ കാണണമെന്ന് വിചാരിച്ചത് നിങ്ങളെ വോട്ട് വന്നതുകൊണ്ട് മാത്രമാണ് ഞാനിത് കണ്ടത്. കാണണം താല്പര്യമില്ലായിരുന്ന ഒരു പടമായിരുന്നു. പക്ഷേ ചിലത് എക്സെപ്ഷനിലുണ്ട് കേട്ടോ. ഈ ജോൺ വിക്ക് സീരീസ്, അവതാർ, അല്ല കുംഫു പാണ്ട, അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ ഞാൻ എക്സ്പെക്ട് ചെയ്തിരിക്കുന്നുണ്ട്. അല്ലാതെ മെജോറിറ്റി എനിക്ക് ദഹിക്കാറില്ല. അപ്പോൾ ഇതങ്ങനെ പോയി കണ്ടു. ഈ സിനിമകളിൽ ഇത് റൈസ് ഓഫ് ദ പ്ലാനറ്റ് ഓഫ് ദ ഏപ്സ് അത് ഞാൻ കണ്ടിട്ടുണ്ട്. അതിനെ തുടർന്ന് ഒരു പടം വന്നായിരുന്നു, എന്തോ ഒരു പ്ലാനറ്റ് ഓഫ് ദ ഏപ്സ് തന്നെ, അത് കഴിഞ്ഞ് വാർ ഓഫ് ദ പ്ലാനറ്റ് ഓഫ് ദ ഏപ്സ്. അപ്പോൾ ഇത് വർക്കായി നല്ല കണക്റ്റായ പടങ്ങളായിരുന്നു. എസ്പെഷ്യലി അതിൻ്റെ മൂന്നാമത്തത്, അതിലുള്ള ഒരു സീസർ എന്ന് പറയുന്ന കഥാപാത്രത്തിനടുത്ത് ഒരു ഇമോഷണൽ കണക്ഷൻ, മാസ്, ഇതൊക്കെ അടിച്ച് നന്നായിട്ടത് എക്കാലം ഓർത്ത് വയ്ക്കുന്ന ഒരു കഥാപാത്രം തന്നെയായിരുന്നു. അപ്പോൾ പുള്ളിക്കാരൻ മരിച്ചുപോയി. അപ്പോൾ ഇനി വേറെ എന്തെങ്കിലുമൊക്കെ ഇതുപോലത്തെ സാധനങ്ങളൊക്കെ തട്ടിക്കൂട്ടി ഒരു സാധനം ഒന്ന് എക്സ്പെക്ട് ചെയ്താണ് ഇതിൽ പോയത്. ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് വേറൊരാളാണ് കേട്ടോ, വെസ്റ്റ്ബാൾ ഇതിൻ്റെ ഡയറക്ഷൻ. അപ്പോൾ ഇത് പടം തുടക്കം ഈ ഒരു സ്ഥലം പരിചയപ്പെടുത്തുന്നത്, കഥാപാത്രങ്ങളെ പരിചയപ്പെടുത്തുന്നത് അത് അത്രയും നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ എസ്പെഷ്യലി ഇതിൽ അവരുടെ ഒരു മേക്കിംഗ് CG ഒക്കെ പക്ക പെർഫെക്റ്റ്. ഒരിടത്ത് പോലും ഒരു ആർട്ടിഫിഷ്യാലിറ്റി എന്നൊരു സാധനമില്ല. ഇപ്പോൾ ഈ അനിമൽസിൻ്റെ മൂവ്മെൻറ്റ്സ് ആണെങ്കിലും അവരുടെ എക്സ്പ്രഷനും കാര്യങ്ങളും അങ്ങനത്തെ അതുപോലെ പശ്ചാത്തലം, ആർട്ട് ഡയറക്ഷൻ, പഴയ കുറേ ശേഷിപ്പുകളുണ്ട് അതൊക്കെ കാണിച്ചത്. അങ്ങനെ ഒരുപാട് സാധനങ്ങൾ. അത് പിന്നെ നമ്മൾ എടുത്തു പറയേണ്ട കാര്യമില്ല. ഇംഗ്ലീഷ് പടം കാണുമ്പം ഓഫ് കോഴ്സ് അതൊക്കെ അത്രയും മാക്സിമം നന്നായിട്ട് തന്നെ അവർ ചെയ്യുള്ളൂ, അതൊക്കെ ഉണ്ട്. ഇതിങ്ങനെ തുടക്കത്തിലാവുന്ന കുറേ സാധനങ്ങൾ നല്ല നൈസായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് കഥയിലോട്ട് പോവുകയാണ്. കഥയിലോട്ട് പോകുന്ന സമയത്ത് ഒരു പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവരിപ്പോൾ അനിമൽസ് അല്ലേ സംസാരിക്കണം, കുരങ്ങന്മാരൊക്കെ സംസാരിക്കുമ്പോൾ ചുമ്മാ മനുഷ്യന്മാർ സംസാരിക്കും പോലെ കാണിക്കാൻ പറ്റില്ല. അതിന് വരെ ഇങ്ങനെ കുറേ എക്സ്പ്രഷൻ ഇട്ട് അതിന് ശേഷമാണ് ഇവർ ഡയലോഗ് പറയണം. അപ്പോൾ ഓരോ ഡയലോഗുകളുടെ ഇടയിൽ ഇങ്ങനെയൊക്കെ വരുമ്പോഴേക്കും ഇത് ഭയങ്കര സ്ലോ ആയിട്ടാണ് ഇവരുടെ സംസാരം വരുന്നത്. അതായത് നമ്മുടെ ഇപ്പോൾ ഓഫ് ബീറ്റ് പടങ്ങളിൽ ഉണ്ണിയേ ചായ കുടിച്ചുവോ ഇങ്ങനെയൊക്കെ ചോദിക്കണ ഒരു ഫീൽ ആയിട്ട് അത് നല്ല വലിച്ചിലുണ്ടായിരുന്നു, നല്ല ഏഴനുണ്ടായിരുന്നു. അതും ആ ഡയലോഗ്സ് ഒന്നും വലുതായിട്ട് ഇങ്ങനെ ഒരു കാച്ചിക്കുറുക്കിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡയലോഗ്സ് ഒന്നും എനിക്ക് തോന്നിയില്ല. ഉള്ള സാധനങ്ങൾ എന്നെ അങ്ങോട്ട് തിരിച്ചും പറഞ്ഞ് ഇങ്ങനെ നീട്ടിക്കൊണ്ടുപോയി കുറേ സമയം ഇങ്ങനെ നല്ല ലാഗടിച്ച്. പിന്നെ ഇൻ്റർവെൽ ബ്ലോക്ക് വന്നു. അപ്പോൾ ഇൻ്റർവെൽ എന്ന് പറഞ്ഞാൽ സിനിമയ്ക്കകത്തുള്ള ഇൻ്റർവെൽ അല്ലേ, അവന്മാർ തിയേറ്ററുകാർ മൂത്രമൊഴിക്കാൻ വേണ്ടി അണച്ചിടൂലേ, ആ സമയത്ത് ഒരു സീക്വൻസ് വരുന്നുണ്ട്. അവിടെ ഒരു ഒറയൻകുട്ടൻ്റെ കുറച്ച് ഇത് വരുന്നുണ്ട്. അവിടെയൊക്കെ ഭയങ്കര നല്ല രസമായിരുന്നു. പടം ഒന്ന് ഹൈ ആയി, ആ സീക്വൻസ് കൊള്ളായിരുന്നു. അത് കഴിഞ്ഞ് പിന്നീട് പതുക്കെ പടം ബിൽഡായി വന്ന് അവിടെയൊക്കെ രസമുണ്ടായിരുന്നു. ക്ലൈമാക്സും നന്നായിട്ട് വർക്കായിട്ടുണ്ട്. അങ്ങനെ ഓക്കെ, ഒരു ഒപ്പിച്ച് കണ്ടു തീർത്ത ഒരു സിനിമയാണ് കിങ്ഡം ഓഫ് പ്ലാനറ്റ് ഓഫ് ഏപ്സ്. ഈ പോസിറ്റീവ്സ് ഞാൻ പറഞ്ഞില്ലേ, ഈ ഒരു സാധനങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ ഈ കാഴ്ചകളും ഈ കുരങ്ങൻ്റെ ചാട്ടവും ബഹളവും ഒക്കെ കാണാനൊക്കെ നമുക്ക് തിയേറ്ററിൽ പോയി പിള്ളേരൊക്കെ ഇഷ്ടപ്പെടും. അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ കൊള്ളാം. അല്ലാതെ സ്റ്റോറി വൈസ് സ്ക്രിപ്റ്റ് അത്രയ്ക്ക് നന്നായിട്ട് വന്നതായിട്ട് എനിക്ക് തോന്നുന്നു. ഒന്ന്, അത് ക്യാരക്ടറിനെയൊന്നും നേരെ ചൊവ്വേ ഡിഫൈൻ ചെയ്തിട്ടില്ല, നല്ലൊരു ആർക്ക് കൊടുത്തിട്ടില്ല. ഇപ്പോൾ നമ്മുടെ അയാൾക്ക് കൊടുത്തിരിക്കുന്ന ഈ സീസർ എന്ന് പറയുന്ന കഥാപാത്രത്തിന് കൊടുത്തിരിക്കുന്ന ആ ഒരു ബിൽഡപ്പ് ഉണ്ടല്ലോ, ആ സാധനം നമുക്കിവിടെ കണക്റ്റ് ആവും. അങ്ങനെ ഒരു ഇതിൽ നോവ എന്ന് പറയുന്ന ആ ഒരു നായകൻ അങ്ങനെ ഒരു ഇതില്ല, വയ്യാത്തൊരു നായകൻ. അതുപോലെ വില്ലൻ സീസർ ഒരുത്ത ഉണ്ട് കേട്ടോ ഇതിൽ, പ്രോക്സിമസ് സീസർ, അതാണ് വില്ലൻ. ഒരു കോമഡി പീസ് ഇല്ല, ഒന്നുമില്ല, വെറുതെ ഒരു വില്ലൻ. അങ്ങനെ ഒന്നിട്ടുണ്ട്. പിന്നെ ഒരു മനുഷ്യ കഥാപാത്രം മെയ് എന്ന് പറഞ്ഞിട്ടുണ്ട്, അത് എന്തരാണോ എന്ന് അത് വന്നിട്ട് അത് ഈ കാട്ടിൽ കൂടി നമ്മൾ ജീവിക്കുന്നു. അപ്പോൾ ദേഹം മുഴുവൻ അഴുക്ക് പുരട്ടി ഇങ്ങനെ നടക്കണം, അങ്ങനത്തെ ഒരു വെള്ളമൊക്കെ ഉണ്ട്, ഇഷ്ടംപോലെ വെള്ളമുള്ള സ്ഥലമാണ്, എന്നാലും കുളിക്കുകയൊന്നുമില്ല. ഇടയ്ക്ക് വെച്ച് എങ്ങാണ്ട് വെള്ളത്തിലെടുത്തിട്ടുണ്ട്. എന്നിട്ട് പിന്നെയും കാണിക്കുമ്പോൾ ഇത് തന്നെ സംഭവം. സാധാരണ ഒരു സിനിമയിൽ എവിടെയെങ്കിലും ആരുടെയെങ്കിലും അണ്ടറിൽ അകപ്പെട്ടു പോയി കഴിഞ്ഞാൽ, അടിമയൊക്കെ ആയിപ്പോയി കഴിഞ്ഞാൽ, പിന്നെ ആയിരിക്കും അയാളുടെ ഒരു മോശപ്പെട്ട ഒരു അപ്പിയറൻസ് നമുക്ക് കാണാൻ സാധിക്കണം അല്ലേ. പിന്നെ ആയിരിക്കും ഇതുപോലെ ഒരു കരിപുരണ്ട ജീവിതങ്ങളായിട്ട് അങ്ങനെ ഒരു സംഭവം വന്നതിന് ശേഷം നല്ല ഗ്ലാമറായിട്ട് അടിപൊളിയായിട്ട് നടക്കുന്നുണ്ട്. എന്തിനാ അത് പറയുന്ന വാദങ്ങളും അതിനൊന്നും ഒരു ക്ലാരിറ്റി എനിക്ക് തോന്നില്ല. അവസാനം കുറച്ച് കാര്യങ്ങളൊക്കെ പറയാനുണ്ട്. ഇപ്പം എന്താണ് ആ കഥാപാത്രത്തെ കൊണ്ട് ഉദ്ദേശിച്ചത്, എന്താണ് അത് കൺവേ ചെയ്യാൻ ശ്രമിക്കുന്നത്, അതൊന്നും കറക്റ്റായിട്ട് എസ്റ്റാബ്ലിഷ് ആയതായിട്ട് എനിക്ക് തോന്നിയില്ല.
പിന്നെ ഈ പറഞ്ഞ പോലെ ഈ ഒരു വൗ ഫാക്ടർ ചില സിനിമകൾ ഇംഗ്ലീഷ് സിനിമയിൽ ചില സാധനങ്ങൾ കാണുമ്പോൾ ഇങ്ങനെ അടിച്ചിരിക്കുന്ന അങ്ങനെ ഒന്നുമില്ല. ഒരു ഗൂസ് ബംസ് മാസ് ഈ ഒരു സാധനമൊന്നുമില്ല. പക്ഷെ 1-2 സീനുകൾ നല്ല രംഗങ്ങൾ സിനിമയിൽ ഉണ്ടായിരുന്നു. പിന്നെ ഇതിൻ്റെ ക്രൂവും അഭിനയിച്ചിരിക്കുന്നവരൊക്കെ പറയുകയാണെങ്കിൽ എല്ലാം വായിക്കൊള്ളാത്ത പേരുകളുണ്ടായി. അത് പറഞ്ഞ് നമ്മൾ കൊളാക്കണമെന്നില്ല, അതിന് റിലവൻസ് ഇല്ല. എല്ലാവരും അവരവരുടെ ഭാഗങ്ങളൊക്കെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇത് ഈ പറഞ്ഞില്ലേ, ഞാൻ പറഞ്ഞ 3 പടങ്ങളല്ല, വേറെ കുറേ പടങ്ങൾ ഈ ഒരു പ്ലാനറ്റ് ഓഫ് ദ ഏപ്സ് എന്ന് പറഞ്ഞ സാധനത്തിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊരു അതിൻ്റെ ഒരു പുതിയൊരു സാധനത്തിലേക്കുള്ള തുടക്കമാണെന്ന് തോന്നുന്നത്. അങ്ങോട്ട് കണ്ടിന്യൂറ്റി ഉണ്ടാവും. അങ്ങനെ നോക്കുമ്പോൾ ഒരു പുതിയൊരു സിറ്റുവേഷൻ, പുതിയൊരു പ്ലാൻ, പുതിയൊരു കാലഘട്ടം ബിൽഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് തുടങ്ങിയ ഒരു ആദ്യത്തെ സിനിമ എന്നുള്ള രീതിയിൽ കണ്ട് ഓക്കെ ഇനി അങ്ങോട്ടുള്ള സിനിമകൾ നല്ലതായിരിക്കും എന്നുള്ള പ്രതീക്ഷയിൽ വിടാവുന്ന ഒരു സിനിമ ആയിട്ടാണ് ഈ പടം എനിക്ക് ഫീൽ ചെയ്തത്. എന്തരാ വരട്ടെ.